ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ 4 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. ക്ഷേത്രം അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സിസി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി 12 മണിയോടെയാണ് മോഷ്ടാവ് പിക്കാസുമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഭണ്ഡാരം തുറന്നിരുന്നതായും അതുകൊണ്ട് ഭണ്ഡാരത്തിൽ 2000 രൂപ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂവെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ 9 മണി വരെ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവും. 8 മണിക്ക് ക്ഷേത്രം നട അടച്ചാലും 9 മണി വരെ വർക്കുകൾ കഴിഞ്ഞിട്ട് അടച്ചു പോകാറ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഹോളിലൊരു പരിപാടി ഉണ്ടായിരുന്നു. 12 മണി വരെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഹോളിൽ ഇന്ന് ഒരു കല്യാണ നിശ്ചയമുണ്ട്. അപ്പം ആ സമയത്തൊന്നും ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന 12 മണിക്കാണ്. പക്ഷെ അവർ പോയതിൻ്റെ പിന്നാലെ ആയിരിക്കണം നോക്കി നിൽക്കുന്നു തോന്നണേ. പോയായിരിക്കണം നേർ നിഗമനാണ് നടന്നതെന്ന് തോന്നുന്നു. അയാൾ ഇതിനകത്ത് മാത്രമേ കയറിയിട്ടുള്ളൂ. 4:30 മണിക്ക് മേശാന്തി നട തുറക്കാൻ വന്ന് ഫ്രണ്ടിലൂടെ വന്ന് നോക്കിയപ്പോൾ തുറന്നു കിടക്കുന്ന കണ്ടു. അപ്പോൾ ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സ്റ്റാഫിനെ വിളിച്ചു. ഇങ്ങനെ സംഭവമുണ്ട്, വേഗം വരാൻ പറഞ്ഞിട്ട് അയാൾ വന്നു. ഉണ്ണികൃഷ്ണൻ വന്ന് നോക്കി സെക്രട്ടറിനെ വിളിച്ചു, ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിച്ചു. സെക്രട്ടറി വന്ന് പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിപ്പ് കൊടുത്തു. അതാണ് സംഭവം. എത്ര നഷ്ടം ഏകദേശം? ഞങ്ങളുടെ നിഗമനത്തിൽ ഇപ്പോൾ ഞങ്ങളൊരു 15 ദിവസം മുമ്പ് ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 5,000-നും 10,000-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും എന്നാണ് സാധാരണഗതിയിൽ ഞങ്ങൾ നിശ്ചയിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം പറയാൻ പറ്റില്ല. മഴക്കാലൊക്കെ ആയതുകൊണ്ട് കുറവാണ് സാധ്യത. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ നിഗമനമാണ്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.